അപ്പോൾ ഇന്ന് റോം ഇന്റർപോർട്ടോയിൽ പോയി കപ്പലിലുള്ളവർക്കുള്ള ആഹാരം. ഓക്കെ, അപ്പോൾ നമ്മൾ കമ്പനി കൊണ്ട് പേപ്പർ സബ്മിറ്റ് ചെയ്തിട്ട് എൻട്രി മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു ചെക്ക് പോസ്റ്റ് ആണ്. അപ്പം ഇതിൻ്റെ അകത്തൂടെ വേണം അകത്തോട്ട് പോകാൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ഗേറ്റിൽ കയറുമ്പോൾ പാസ്പോർട്ട് കൊണ്ട് അവിടെ സബ്മിറ്റ് ചെയ്യണം, എന്നാലേ അവർ എൻട്രി വിടത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് കണക്കൊരു കാർഡ് തരും. അപ്പോൾ ആ കാർഡ് നമ്മൾ അൺലോഡ് ചെയ്തിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ കാർഡ് തിരിച്ചുകൊണ്ട് കൊടുക്കുമ്പോൾ നമ്മൾ വണ്ടി എടുത്ത് നെക്സ്റ്റ് പാർക്കിങ്ങിൽ കമ്പനിയിൽ നിന്ന് ആള് വന്ന് ഓരോ വണ്ടികളായിട്ട് കൊണ്ടുപോകും. നമ്മളെ കമ്പനിയിൽ നിന്ന് ഒരു 5 വണ്ടിയുണ്ട്. അപ്പം നമ്മൾ കമ്പനിയിൽ നിന്ന് സ്റ്റാഫ് വരുന്നവരെ വെയിറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ സ്റ്റാഫ് വന്നു, നമ്മളെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അൺലോഡിങ്ങിലേക്ക് പോകാം. ഓക്കെ, ഒരു 5 സ്റ്റാർ ഹോട്ടൽ. സംഭവം കപ്പലാണ്, കടലിൽ കൂടെ ഒഴുകുന്ന കൊട്ടാരങ്ങൾ. Head northeast. Calculating route. Exit the roundabout. Head north. ഒരു ക്രൂയിസ് കപ്പലാണ് MSC. അപ്പോൾ നമ്മളെ വണ്ടിയിൽ നിന്ന് അൺലോഡിങ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഡ്രൈവർമാർക്ക് വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു സ്ഥലമുണ്ട്. അവിടെ നല്ല കോഫി, നല്ല ബണ്ണും വെള്ളം, നല്ല കോഫി, ഇതെല്ലാം നമുക്ക് കിട്ടും. വരിക, ഇവിടെ നിന്ന് കഴിക്കുക, കപ്പലൊക്കെ കണ്ട് കണ്ടോ. കപ്പലിൻ്റെ അകത്തോട്ട് ലോഡ് ചെയ്യുന്നു. ഇവിടുന്ന് ട്രക്കിൽ നിന്ന് ഇറക്കുക, നേരെ അത് ട്രക്കിൽ വെക്കും. അത് താണ്ട വരുമെന്നിട്ട് നേരെ ഇതിനകത്ത് വെച്ച് അത് അകത്തോട്ട്. അപ്പൊ ഇങ്ങോട്ട് പൈസ തരുകയും ചെയ്യും, നമുക്കിതെല്ലാം കാണുകയും ചെയ്യാം. ദൈവത്തിൻ്റെ ഓരോ കളികളെ. അപ്പൊ ഇവിടെ നമ്മളെ ചെക്ക് പോസ്റ്റ് ആണ്. ഇവിടെ നമ്മൾ നിർത്തി നമുക്ക് നേരത്തെ കിട്ടിയ കാർഡ് തിരിച്ചു കൊടുത്ത് നമ്മളെ പാസ്പോർട്ട് മേടിച്ചുകൊണ്ട് വേണം പോകാനുള്ളത്. ഓക്കെ, അപ്പോൾ പാസ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പോകാം. എക്സിറ്റ് ആയി കഴിഞ്ഞ പരിപാടി. ഓക്കെ, അയ്യോ, ഇങ്ങോട്ട് ആരും ഇട്ടിട്ട് അങ്ങോട്ട് പോന്നു. അതല്ലേ ഞാൻ വിചാരിച്ചു ഇപ്പം ഇൻഡാസ് കിട്ടുമെന്ന്, പക്ഷേ കറക്റ്റ് വഴിയായിരുന്നു. ഓ, 200 meters at the roundabout, take the second exit. Okay. സീബ്ര ലൈനിൽ നമ്മൾ നിർത്തി കൊടുക്കണം. നാട്ടിലെ കണക്ക് കൊണ്ട് കയറി കഴിഞ്ഞാൽ അവർ നമ്മളെ സൂപ്പാക്കും. അതുകൊണ്ട് നിർത്തി കൊടുക്കുക. ഓക്കെ, മാത്രമല്ല ഇത് ഒരു വണ്ടി ഒരു സമയത്ത് പോകത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഇവിടെയും വെയിറ്റ് ചെയ്യേണ്ടതാണ്. വണ്ടി വരുന്നില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രമേ പോകാൻ പാടുള്ളൂ. ഓക്കെ, ഇതല്ലേ അടിപൊളിയല്ലേ കാണാൻ.
ഇതെല്ലാം ഫിഷിങ്ങിന് പോകുന്ന ബോട്ടുകളാണ്. ഇതെല്ലാം ഫിഷിംഗ് ബോട്ടുകൾ. ഇതാണ്ട് അവരുടെ എന്താ പറയുന്ന വലയും നെറ്റും കാര്യങ്ങളും എല്ലാം സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന സ്ഥലം. ഓക്കെ, ഇങ്ങനെ പോവുകയാണ്. Keep right at the fork. രണ്ട് വഴിയുണ്ട്. ട്രക്ക് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ 3.5 മീറ്റർ ഹൈറ്റുള്ള പാലമാണ്. നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മൾ ഇറുവി പോകും. ഓക്കെ, അതുകൊണ്ട് നമ്മൾ ഇതിലേക്കൂടെ ഇങ്ങനെ പോകും. Head west. സത്യം പറയാല്ല, ആദ്യമൊക്കെ വരുന്ന നമ്മള് പെട്ടുപോകും കേട്ടാ. പിന്നെ എന്റെ പ്രിയ സുഹൃത്ത് Head northwest. ജോർജിന്റെ സഹായത്തോടു കൂടിയാണ്. In 800 meters, at the roundabout, take the first exit. You're over the speed limit. 30 മേളിൽ കയറാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പൊ പയ്യ ഇങ്ങനെ പോവുക. ഇഷ്ടംപോലെ കപ്പലുകളുണ്ട്. എല്ലാം ക്രൂയിസ് കപ്പലുകളാണ്. ഇവര് വന്ന് ഇവിടെ വന്ന് സ്റ്റേ ഇറ്റലി. Exit the roundabout. At exit. ലോഡ് ഇറക്കിയ ഷിപ്പിന് ഫുഡ് സപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഫുഡ് ഇവിടുന്ന് റീസ്റ്റോർ ചെയ്തിട്ടാണ് അവര് പോകുന്നത്. ഇതാണ് Make a U-turn. എൻട്രൻസ്. അപ്പൊ ഇതിന്റെ ഒരു വേ പോയിന്റ് എടുത്തിട്ട് വന്നു കഴിഞ്ഞാൽ വളരെ ഉപകാരമായിരിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ വഴി തെറ്റുന്ന കാര്യം കുറച്ച് കൂടുതൽ ഇതാണ്. അപ്പൊ പരിപാടി കഴിഞ്ഞു. ഓക്കെ, ഇനിയിപ്പോ നമുക്ക് അടുത്ത, അപ്പൊ ഇവിടുത്തെ In 200 meters, at the roundabout, take the fourth exit. 145 കിലോമീറ്റർ പോയിട്ടാണ് ലോഡ് കയറ്റേണ്ടത്. ഇന്ന് ഞായറാഴ്ച ട്രക്ക് ബാനാണ്. അപ്പൊ നമ്മള് ഫസ്റ്റ് പാർക്കിംഗ് കയറ്റി ഒതുക്കും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നാളെ. ഓക്കെ, സീ യു ഗൈസ്, ബൈ.